ഹലോ എക്സാമിനർ ഫാമിലി മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ബയോളജി എക്സാം? തകർത്തോ? എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഇനി അപ്പം എന്താ അടുത്ത നമ്മൾ എങ്ങോട്ടാ മക്കളെ പോകുന്നത്? അടുത്ത നമ്മുടെ സ്വന്തം എങ്ങോട്ടാ മക്കളെ? നമ്മുടെ സ്വന്തം കെമിസ്ട്രിയിലേക്ക് പോവാം അല്ലേ? കെമിസ്ട്രിയാണ് നമ്മുടെ മുന്നിലുള്ള ദിവസം എത്രയാ? ഇന്നിപ്പോൾ ഏകദേശം കഴിയാനായില്ലേ? ഇനി 2 ദിവസം മാക്സിമം. മക്കളെ, ഞാൻ പറയുന്നു, ഈ 2 ദിവസം നിങ്ങൾ നോക്കാൻ റെഡിയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നതിൻ്റെക്കാളും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, എൻ്റെ ഉറപ്പാണ്. ഞാൻ നിങ്ങൾക്ക് ആകെ ഒരു ക്ലാസ് എടുത്തു. നമ്മുടെ മോഡൽ എക്സാമിൻ്റെ തലേ ദിവസത്തെ ഒരു മാരത്തോണിന് മാത്രമേ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ഈ 2 ദിവസം കൂടിയേ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞാനും ജസീൽ സാറും ഞങ്ങൾ 2 പേരും പക്കയായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും മക്കളെ. ഓക്കെ, നമുക്ക് പൊളിച്ചടുക്കണം മക്കളെ. പൊളിച്ച് അടുക്കി എന്ത് ചെയ്യണം? സെറ്റപ്പ് ആക്കണം. ഓക്കെ, 2 ദിവസമാണെങ്കിലും അത് നമുക്ക് എന്തുണ്ട്? നമുക്ക് അതിൽ ഇഷ്ടംപോലെ മിനിറ്റുകളായിട്ടാണ് കൂട്ടിയാൽ മതി. അപ്പോൾ ഇഷ്ടംപോലെ സമയം ഉണ്ടാവും. ഓക്കെ, വിട്ട് കളയരുത് മക്കളെ. ഇനിയാണ് ജീവിതത്തിൽ പല സ്ഥലത്തും നമ്മൾ തോറ്റു പോകുന്നതൊക്കെ. ഇനിയാണ് ജീവിതത്തിൽ. +2 കഴിഞ്ഞു, ഇഷ്ടംപോലെ ആളുകൾ നമ്മളെ തരം താത്താനും നമ്മളെ താഴ്ത്തി കെട്ടാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും മക്കളെ. എൻ്റെ കേസ് തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കേസ് തന്നെ ഞാൻ നിങ്ങളെ പോലെ +2 കഴിഞ്ഞ സമയത്ത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് എൻ്റെ ഫാദർ പെട്ടെന്ന് മരിച്ചു പോയത്. അപ്പോൾ അതിനുശേഷം ഒരു സംഭവം നടന്നപ്പോൾ ഞാനൊരു മോശമായിട്ടുള്ള അനുഭവം നേരിടേണ്ടി വന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരാളെന്നോട് ചോദിച്ചു, നിനക്കൊക്കെ ആരാണുള്ളത്? ഒരു അമ്മയും നീയും മാത്രമല്ലേ ഉള്ളൂ, നിനക്കൊക്കെ എന്തിനെങ്കിലും ഒരു ആവശ്യത്തിന് ഒരാളെങ്കിലും നിൻ്റെ കൂടെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു. അന്ന് ഞാൻ മൂപ്പരോട് ഒന്നും മുണ്ടിയില്ല. നമ്മൾ മൗനമായിട്ട് അത് കേട്ട് നിന്നു. പക്ഷെ ഇന്ന് മക്കളെ, ഇനി ഭാവിയിലൊക്കെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും അല്ലേ? ഇത്രയും വലിയൊരു ഫാമിലീനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എത്രങ്ങാനും എവിടെ പോയാലും എവിടെ ചെന്നാലും ഒരു 2-3 പേരെങ്കിലും എന്നെ കണ്ടാൽ മനസ്സിലാവുന്നവരുണ്ടാവും. അന്ന് ഒറ്റപ്പെട്ട ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ല മക്കളെ, ഇന്ന് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് അല്ലേ? ഉണ്ടാവണം. ഓക്കെ, അതാണ് മക്കളെ, അതാണ് സ്വീറ്റ് റിവെഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വിജയത്തിലൂടെ നമ്മൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. അല്ലാതെ അപ്പോൾ പോയി തല്ലാനും കുത്താനും പോയിട്ട് കാര്യമില്ല. അത് നമ്മളെ ജീവിതം പോകും, ഓല ജീവിതം പോകും എന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ വിജയത്തിലൂടെ നമ്മുടെ ശത്രുക്കൾക്കും നമ്മൾ പരിഹസിക്കുന്നവർക്കൊക്കെ എന്ത് ചെയ്യണം? കാണിച്ചു കൊടുക്കണം മക്കളെ. കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ ഇതാ ഫസ്റ്റ് കാണിച്ചു കൊടുക്കാനുള്ള നിങ്ങളുടെ മാർക്കിലൂടെ കാണിച്ചു കൊടുക്കും മക്കളെ. ഓക്കെ, നിങ്ങൾ റെഡിയാണെങ്കിൽ ഞങ്ങൾ ഈ 2 ദിവസം നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. എക്സാമിൻ്റെ ഫാമിലി നിങ്ങളുടെ കൂടെ ഉണ്ടാവും മക്കളെ. നമ്മൾ അടിച്ചു പൊളിച്ച് പറിച്ചെടുക്കാം. കെമിസ്ട്രി എക്സാം നമുക്ക് സിമ്പിളാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ഈ ഒരു 2 ദിവസം നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണെന്നും പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇതാ നമ്മുടെ ലൈവിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് മക്കളെ ഇന്ന് കൃത്യം 7:30 ഞാൻ വരുന്നുണ്ട്. ഫസ്റ്റ് 5 ചാപ്റ്റർ ആക്കിയിട്ട് 5 ചാപ്റ്ററും ഇന്ന് കിട്ടുന്ന എത്ര സമയമാണോ അത്രയും സമയം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ പക്കയാക്കി പഠിച്ചെടുക്കും. ഇത് നമ്മൾ പക്കയാക്കും 5 ചാപ്റ്റർ, ഫസ്റ്റ് 5 ചാപ്റ്റർ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നാളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 5 ചാപ്റ്റർ സെറ്റായിട്ട് പഠിക്കുക. അതിലത്തെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. നിങ്ങളുടെ വർക്കൗട്ട് നടക്കുക. എന്തൊക്കെ ഞങ്ങൾ ചെയ്തെന്നാലും മക്കളെ, നിങ്ങളുടെ ഒരു ഓണായിട്ടുള്ളൊരു എഫേർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. എല്ലാം തരും, എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഞങ്ങളുടെ ഒരു ഇതുകൊണ്ട് മാത്രം പോരല്ലോ, നിങ്ങളുടെ ഒരു ഇതും ഇതിലേക്ക് വേണം. എന്നാലും ഇത് വലിയൊരു ഇതാവും എന്ന് പറഞ്ഞ പോലെ മക്കളെ, നിങ്ങളുടെ എഫേർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് പഠിപ്പിക്കുന്ന സാധനങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് എന്ത് ചെയ്യുക? പക്കയാക്കിയിട്ട് നാളെ 7:30 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അത് മുന്നേക്ക് എന്താക്കുക? സെറ്റാക്കുക. അടുത്തത് നാളെ ലാസ്റ്റ് 5 ചാപ്റ്ററുമായിട്ട് നമ്മുടെ സ്വന്തം JS സാർ വരും. ജസീൽ സാർ എത്തും. ഓക്കെ, ജസീൽ സാർ ഓർഗാനിക്കിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് എന്ത് ചെയ്യും? സാർ അങ്ങോട്ട് സെറ്റാക്കി തരും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത ദിവസം പഠിക്കണം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് അധികം സമയമൊന്നും വരില്ല. കാരണം എല്ലാം ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. എവിടെയെങ്കിലുമൊക്കെ കുറച്ചൊക്കെ പഠിച്ചെത്തിയവരൊക്കെ ഉണ്ടാവും. ഇനി എത്തിയിട്ടില്ലെങ്കിൽ എത്തിയവരെന്ത് ചെയ്യുക? എത്താത്തവർ കറക്റ്റ് പഠിച്ചോളൂ. എത്തിയവർ ആ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്ത് ബാക്കിയുള്ള ഭാഗങ്ങൾ അങ്ങോട്ട് സെറ്റാക്കുക. ഓക്കെ, എന്തായാലും എല്ലാ ഭാഗവും ഒരു ഭാഗവും സ്കിപ്പ് ചെയ്യാതെ എല്ലാം പഠിച്ചിരിക്കണം. ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. കാരണം നമുക്ക് ആ കുറച്ച് ചാപ്റ്റർ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല മക്കളെ. പിന്നെ ലാസ്റ്റ് 5 ചാപ്റ്റർ അല്ലേ? ലാസ്റ്റ് 5 ചാപ്റ്റർ നമ്മളിപ്പോൾ നാളെ സെറ്റാക്കും. നാളെ 7 മണിക്ക്. അപ്പോൾ അത് എന്ത് ചെയ്യണം? പിറ്റേന്ന് രാവിലെ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമാണ്. അത് നിങ്ങൾ സെറ്റാക്കിയിട്ട് പഠിക്കുക. PYQസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പഠിക്കുക. PYQs ഒക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് സെറ്റാക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എക്സാമിൻ്റെ തലേന്ന് നമ്മൾ എന്ത് ചെയ്യും? ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസുമായിട്ട് വരും.
ഷുവർ ഷോട്ട് ഒരു എക്സാം ആ ഒരു ലൈവിന് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾ എക്സാം എഴുതാൻ റെഡിയായി കയറുകയാണ് ഏറ്റവും ബെറ്റർ. അപ്പം നമ്മൾ പറയുന്ന ടിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ആ സാധനം അങ്ങോട്ട് സെറ്റിമാവും. ഓക്കെ, ഈ 3 സംഭവമാണ്, ഈ ഒരു 3 ലൈവാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രടിച്ച്. നമ്മൾ ഇഷ്ടംപോലെ ലൈവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ലൈവ് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ അങ്ങനെ ബോറടിപ്പിക്കുന്നില്ല. ബോറടിപ്പിക്കാൻ മീൻസ് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല. എപ്പോഴും ഫോണിൽ കണ്ടിരുന്ന് ഇതാക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഈ ഒരു സാധനം ഞാൻ ഈ പറഞ്ഞ പോലെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ലൈവ് അറ്റൻഡ് ചെയ്യുന്ന എഫക്റ്റ് ആ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാണ്. പഠിക്കും കൂടി വേണം. ആ ഒരു സാധനത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. സെറ്റാണ്. തീർന്നിട്ടില്ല. നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഓരോ വീഡിയോസ് ആയിട്ടും ഷോർട്സ് ആയിട്ടൊക്കെ ഇങ്ങനെ വരും, ഓരോരോ ടോപ്പിക്സ് ആയിട്ട് ഇങ്ങനെ ദിവസം, ഈ 2 ദിവസങ്ങൾ കേട്ടോ. അതിലൊന്ന് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്, ഒരു ലൈവ്. നമ്മുടെ ലൈവ് ഉണ്ട്, എല്ലാ നെയിംഡ് റിയാക്ഷനും ഒരൊറ്റ ലൈവിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് അറ്റൻഡ് ചെയ്തവരുണ്ടാവും, ചെയ്യാത്തവരുണ്ടാവും. അറ്റൻഡ് ചെയ്യാത്തവർ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യുക, അറ്റൻഡ് ചെയ്തവർ അതിൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ വെച്ച് പഠിച്ചു തുടങ്ങുക. കാരണം നെയിംഡ് റിയാക്ഷൻ, നമ്മുടെ ഓർഗാനികത്തെ നെയിംഡ് റിയാക്ഷൻ പാക്കിയാക്കണം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ നെയിംഡ് റിയാക്ഷൻ തന്നെ കുറച്ച് കോഡൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാവും മക്കളെ. അതിൽ പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 വരും കേട്ടോ. പാർട്ട് 2 കൂടി നമ്മൾ ആഡ് ചെയ്യും, അതും ഉണ്ടായിരിക്കും. അത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളും സെറ്റാവും. പിന്നെ കുറേ വീഡിയോസ് അല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ കുറേ വീഡിയോസ്, ചെറിയ വീഡിയോസ് ആയിട്ട് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യും, ഷോർട്സ് ആയിട്ട് വരും. അതുപോലെ തന്നെ പിന്നെ എന്താണ്, റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ ന്യൂ പാറ്റേൺ. ഇപ്പോൾ അത് ശ്രദ്ധിക്കുക, ഈ ഒരു സംഭവം ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ കണ്ടങ്ങൾ നമുക്ക് ഫീനോളിൻ്റെ ഒക്കെ എന്തോ ചോദിച്ചു, ബോയിലിംഗ് പോയിന്റിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോലിബിലിറ്റി ചോദിച്ചു അല്ലേ. സോലിബിലിറ്റി ചോദിച്ചിട്ട് എങ്ങനെ ചോദിച്ചത്, അസേർഷൻ റീസൺ ചോദിച്ചു. കാൺസെപ്റ്റ് ഒന്ന് തന്നെ, പക്ഷെ ആ ചോദിക്കുന്ന രീതി വ്യത്യാസപ്പെടുത്തി. പിന്നെ വേറെ ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പറേഷൻ, പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പറേഷൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊരു സെൻറ്റൻസ് ആയിട്ട് ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച ആ ഒരു ക്വസ്റ്റ്യൻ, ന്യൂ പാറ്റേൺ കണ്ടോ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. കൺസെപ്റ്റ് ഒക്കെ സെയിം തന്നെ, പക്ഷേ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി ചിന്തിക്കുന്ന രീതിയിൽ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ആവും. ആ സമയത്ത് എന്ത് ചെയ്യുക, അത് കാണാം, അതിനനുസരിച്ച് സമയം ഉണ്ടാക്കി അതും കൂടി കണ്ടുവയ്ക്കുക. അപ്പോൾ അതും അങ്ങോട്ട് സെറ്റാവും. അല്ലാതെ ഇത് മാത്രം നോക്കിയിരിക്കരുത് കേട്ടോ മക്കളെ, എന്ത് ചെയ്യണം, ചെയ്യുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് ഇത് കാണുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് സെറ്റാവാം. ഓക്കെ. അടുത്തത്, ഈ 2 കാര്യങ്ങളും, ആദ്യത്തെ കാര്യം നിങ്ങൾ ചെയ്യണം, രണ്ടാമത്തെ കാര്യങ്ങൾ ചെയ്യരുത്, അങ്ങനെയാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണാതെ പോകരുത് മക്കളെ. കാരണം നമ്മുടെ കെമിസ്ട്രിയിൽ എപ്പോഴും കൂടുതലും ചോദ്യങ്ങളും പ്രീവിയസ് ഓറിയൻ്റ് ആയിട്ടുള്ള ആ ഭാഗത്ത് നിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കാണാതെ നിങ്ങൾ പോകരുത് ഒരു കാരണവശാലും. ബോർഡ് എക്സാമിലേക്ക് പോകുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണാതെ പോയത്. പിന്നെ ഒരു ചാപ്റ്റർ പോലും സ്കിപ്പ് ചെയ്യരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ മിനിമം ഇമ്പോർട്ടൻസ് എങ്കിലും പഠിച്ചിരിക്കണം, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കുറഞ്ഞത് ഒരു ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട്. കാരണം ആകെ 10 ചാപ്റ്ററേ നമുക്കുള്ളൂ. അതൊന്ന് സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള പഠിച്ചാലും സാറേ മാർക്ക് കിട്ടൂലേ, വെയിറ്റേജ് ഒക്കെ നോക്കൂലേ. പക്ഷേ നമുക്ക് എല്ലാം കിട്ടിയിട്ടില്ലെങ്കിലോ, നമുക്ക് എല്ലാത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അറിയാമെങ്കിൽ ചില ചാപ്റ്ററിന് സിമ്പിൾ ആയിരിക്കും, ചില ചാപ്റ്ററിന് ബുദ്ധിമുട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്ത് എഴുതാം. അതുകൊണ്ടാണ് പറയുന്നത് മക്കളെ, സ്കിപ്പ് ചെയ്യരുത്. ഇനി എവിടെ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് എന്ത് ചെയ്യുക, എക്സാമിനർ PYQ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ടാബ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. അതിൽ PYQ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ +1 +2 പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വിൻഡോ, ഇതിലെല്ലാത്തിൻ്റെയും PYQs നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. എല്ലാത്തിനും ക്രിസ്മസ് എക്സാമിൻ്റെ ആയാലും എല്ലാത്തിൻ്റെയും PYQs നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പറ്റുന്നത്ര മാക്സിമം ചെയ്യുക കേട്ടോ, പറ്റുന്നത്ര ചെയ്യുക. ഇനി വേറൊരു കാര്യം, നിങ്ങൾ അധികം ടെൻഷൻ, ചിലവർ പ്രശ്നം രാത്രി ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ ഇഷ്ടംപോലെ സമയം ഇല്ല, 2 ദിവസമുള്ളൂ, എന്ത് ചെയ്യും, അങ്ങനെ ആവരുത് മക്കളെ. നമുക്ക് പറ്റുന്ന കാര്യം നമ്മൾ പറ്റുന്ന പോലെ ചെയ്യുക. ഇതൊന്നും പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, അല്ലാതെ ജീവിതം അതിനു വേണ്ടി മാത്രം ഒഴിഞ്ഞു വെക്കുകയും ചെയ്യരുത്. രണ്ടും ചെയ്യരുത്. അതായത് അത് മെയിൻ ചെയ്യാതെ നിൽക്കുകയും ചെയ്യരുത്, അതിനെ മെയിൻ ചെയ്ത പ്രശ്നമാവുകയും ചെയ്യരുത്. അതിൻ്റെ ഭാഗത്ത് കൂടെ അങ്ങനെ പോകണം. ലൈഫ് വേറൊരു വഴി കൂടി പോകണം, ഈ എക്സാമും പഠനവും വേറൊരു വഴി കൂടി പോകണം. നമ്മുടെ ലൈഫ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പഠനം. ഓക്കെ, അത് മോശമായി എന്ന് വെച്ചിട്ട് ലൈഫ് പോകുന്നില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ലൈഫ് എന്തായിരിക്കും, നല്ലൊരു കളർ ലൈഫായിട്ട് മാറ്റാൻ പറ്റും, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സെറ്റായിക്കോ മക്കളെ, സെറ്റായിക്കോ. ഇന്ന് മുതൽ എന്ത് ചെയ്യണം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെക്കാളും എന്തായിരിക്കും,
3-4 ഇരട്ടിയായിരിക്കും നിങ്ങളുടെ റിസൾട്ട് മക്കളെ. ഓക്കെ, ഞാൻ എന്തായാലും നിങ്ങൾ എപ്പോഴും വിജയിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. തോൽക്കൊക്കെ വേണം ഇടയ്ക്കൊക്കെ. അപ്പോഴല്ലേ ജീവിതത്തിനൊരു എന്താ പറയുക, ഒരു ത്രില്ല്, റേസിംഗ് മൂഡൊക്കെ വരുള്ളൂ. അങ്ങനെ വരണം. എപ്പോഴേ ഒരു എന്തുണ്ടാവുള്ളൂ, ഒരു അടിപൊളിയായിട്ടുള്ള ഫീൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, പഠനത്തിൻ്റെ കേസിൽ മാത്രമല്ല, പല കേസിൽ നമ്മൾ പല സമയത്ത് എന്ത് ചെയ്യും, പരാജയപ്പെട്ടു പോകും. ചിലപ്പോൾ താഴേക്ക് വരാം, ചിലപ്പോൾ തോറ്റു പോവാം. അതൊക്കെ വേണം. അപ്പോഴേ നമുക്കൊരു ജയിക്കാനുള്ളൊരു എന്താ പറയുക, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടാവുള്ളൂ മക്കളെ. ഓക്കെ, അപ്പോൾ പൊളിച്ചടുക്കില്ലേ നമ്മളെല്ലാവരും. നിങ്ങൾ ഒറ്റയ്ക്കല്ല മക്കളെ, നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട് കേട്ടോ. എക്സാമിൻ്റെ ഫാമിലി നിങ്ങളെ കൂടെ ഉണ്ട്. നിങ്ങളൊന്ന് വിശ്വസിക്കേ, നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കുക, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യേ. നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിനുള്ള ബെനഫിറ്റ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് ചെയ്യും മക്കളെ, അതിനുള്ള ബെനഫിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും മക്കളെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു അനുഗ്രഹം തരുന്നു അല്ലേ മക്കളെ. അപ്പോൾ നമ്മുടെ എക്സാം എല്ലാവരും അടിച്ച് പൊളിച്ച് എഴുതാൻ റെഡി ആയിട്ട് എല്ലാവരും വേഗം ഇന്നത്തെ നമ്മുടെ 7:30 ലൈവിൽ വരിക. നമ്മൾ ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സ് കോർഡിനേഷൻ കോമ്പൗണ്ടും അതുപോലെ സൊല്യൂഷൻ മുതൽ കോർഡിനേഷൻ കോമ്പൗണ്ട് വരെ നമ്മൾ സെറ്റാക്കി പാക്കിയാക്കി പോകും. അറിയാത്തവരായാലും അറിയുന്നവരായാലും കേട്ടിരിക്കും, അത് മതി, ഞങ്ങളെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചിരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യില്ല, ഇനി നമുക്ക് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടാവില്ല മക്കളെ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്ട്രാറ്റജി. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക. നമ്മളൊരു അവസാന ശ്രമം നടത്തുകയാണ്, അവസാന ശ്രമം നടത്തി നോക്കുകയാണ്. നിങ്ങൾ വരിക മക്കളെ, നിങ്ങൾ ഞങ്ങളെ കൂടെ വരും, നമുക്ക് സെറ്റാക്കാം. ഓക്കെ, വീണ്ടും ഞാൻ പറയുന്നു, ഞങ്ങൾ തരേണ്ടതൊക്കെ തരും. ഓക്കെ, ഞങ്ങളത് 200% തരും. പക്ഷേ നിങ്ങളുടെ എഫേർട്ട് ഇല്ലെങ്കിൽ ഒരു എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇതാകും. അപ്പോൾ ഇനിയുള്ള 2 ദിവസം നിങ്ങളൊന്ന് സെറ്റായി പഠിച്ച് കെമിസ്ട്രിയിൽ 1 മാർക്കും കളയാതിരിക്കാം. ഓക്കെ, അപ്പോൾ 7:30 കാണാം. ബൈ.